ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഇന്ന് ആഗോള തിരുസഭ പരിശുദ്ധ കന്യക മാതാവിൻ്റെ ജനന തിരുനാൾ പ്രാർത്ഥനാപൂർവ്വം ആഘോഷിക്കുന്നു. ഈ വിശുദ്ധ ദിനത്തിൻ്റെ നന്മകളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേരുന്നു. ഭൂമി കണ്ട ഏറ്റവും മഹത്വമുള്ള ഒരമ്മയുടെ പിറന്നാൾ, ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ദൈവപുത്രന് ജന്മം നൽകുവാൻ ഭാഗ്യം ലഭിച്ച ഒരു ഭൂമിയിലെ അത്ഭുത കഥാപാത്രം. ഈ ഭൂമിയിൽ എല്ലാ മനുഷ്യന്മാരും ജനിക്കുന്നത് പോലെ ജനിക്കുകയും വളരുന്നത് പോലെ വളരുകയും ജീവിക്കുന്നത് പോലെ ജീവിക്കുകയും ചെയ്ത ഒരു വ്യക്തിയെ ദൈവം പ്രത്യേകമാവിധം തിരഞ്ഞെടുത്തു. അവളെ ദൈവത്തിന് ആവശ്യമുണ്ടായിരുന്നു. ഇന്നത്തെ സുവിശേഷം മത്തായി സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 16 വരെയും 18 മുതൽ 23 വരെയുമുള്ള തിരുവചനങ്ങളിൽ യേശുവിൻ്റെ ജനനത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം സുവിശേഷകൻ ഓർപ്പെടുത്തുന്നു. അതിനുള്ളിൽ എത്രമാത്രം സ്ത്രീരത്നങ്ങൾ, വ്യക്തികൾ, പുരോഹിതർ, രാജാക്കന്മാർ, പ്രഭുക്കർ, ന്യായാധിപന്മാർ ഇടപെട്ടു എന്ന് കാണുന്നു. എന്നാൽ അതെല്ലാം ഒടുവിൽ ചെന്നെത്തുന്ന ഇടമോ ദാവീദിൻ്റെ കുടുംബത്തിലാണ്. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ മുമ്പിൽ അതേന്ന് മാത്രം പ്രത്യധരിക്കുവാൻ മനസ്സായ ആ ദേശത്തെ ഏറ്റവും സാധാരണ പെൺകുട്ടികളിൽ ഒരാളായിരുന്നു മറിയം. ആ മറിയത്തിൻ്റെ പ്രത്യേകത എന്തെന്നോ, അവൾ ദൈവ തിരുമനസ്സിന് പരിപൂർണമായി വിധേയപ്പെട്ടുകൊണ്ട് ദൈവഹിതത്തെ ശിരസ്സാ വഹിച്ചു. അങ്ങനെ ഭൂമിക്ക് രക്ഷകന് ലഭ്യമാകുവാൻ ഈ അമ്മ കാരണമായി. ജീവിതത്തിൻ്റെ എല്ലാ ക്ലേശങ്ങളും ദുരിതങ്ങളും ദൈവത്തിൻ്റെ മനസ്സിനൊത്ത് സ്വീകരിച്ചതുകൊണ്ട് ദൈവം ഈ അമ്മയെ അത്യധികം ഉയർത്തി. ഇന്നു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെന്ന് അവൾ സ്തോത്രഗീതത്തിൽ ആലപിച്ചു. ശക്തനായ ദൈവം എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണെന്ന് അവൾ പ്രഘോഷിച്ചു. ഭൂമിക്ക് രക്ഷകനെ നൽകുവാൻ ഭാഗ്യം ലഭിച്ച ഈ അമ്മ ഭൂമിക്ക് മുഴുവനും അനുഗ്രഹത്തിൻ്റെയും സ്വർഗീയ നന്മകളുടെയും അടയാളമാണ്. സ്വർഗം അവളോട് ചോദിച്ചതൊന്നും അവൾ നിഷേധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇന്നും ഈ അമ്മയുടെ മഹനീയ മാധ്യസ്ഥം വഴി ഭൂമി ആവശ്യപ്പെടുന്നതൊന്നും സ്വർഗവും നിഷേധിക്കുന്നില്ല. അത്ര ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങളും കൃപകളുമാണ് ഇന്നും പരിശുദ്ധ അമ്മ വഴി ഭൂമിക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുക. അമ്മയുടെ പിറവി തിരുനാൾ നമുക്കെല്ലാവർക്കും ആനന്ദത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ദിനമാണ്. തിരുസഭ യഥാർത്ഥത്തിൽ യേശുവിൻ്റെയും വിശുദ്ധ സ്നാപയോഹന്നാൻ്റെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും മാത്രമാണ് പിറന്നാൾ ആഘോഷിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കാരണമുണ്ട്. രക്ഷാകര ദൗത്യം ഹൃദയത്തിൽ സ്വീകരിച്ച് ജീവിതത്തിലൂടെ ലോകത്തിന് പ്രദാനം ചെയ്തവർ ഈ മൂവരുമാണ്. അതിൽ ഒരാളായി എണ്ണപ്പെടാൻ മറിയത്തിന് ഭാഗ്യം ലഭിച്ചു. പരിശുദ്ധ മറിയം തൻ്റെ ജീവിതം കൊണ്ട് ക്രിസ്തു സാക്ഷിയായതുപോലെ ഈ കാലഘട്ടത്തിൽ നമുക്കും അപ്രകാരം സാക്ഷികളായി ജീവിക്കുവാനും ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാനും സാധ്യമാകണം. ദൈവത്തിന് നമ്മെ എല്ലാവരെയും ആവശ്യമുണ്ട്. ക്രിസ്തുവിൻ്റെ മാതാവും ഈ ഭൂമിയിലെ വളർത്തുപിതാവും സഹോദരി സഹോദരനുമൊക്കെ ആകാൻ സാധ്യമാകുമെന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. ദൈവവചനം അനുസരിച്ച് ജീവിക്കുകയും അത് മറ്റുള്ളവർക്ക് പകരുകയും പങ്കുവയ്ക്കുകയും ചെയ്യുമ്പോൾ നാം ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരായിത്തീരും. ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ ഇടമുള്ളവരും ക്രിസ്തുവിന് ഹൃദയത്തിൽ ഇടം നൽകുന്നവരുമെല്ലാം ഭൂമിയിൽ മഹത്വമുള്ള വ്യക്തികളാണ്. നമുക്കും മറിയത്തെ പോലെ ദൈവഹിതത്തിന് മുമ്പിൽ അതെ എന്ന് പറയാം. ഈ അമ്മയുടെ പിറവി തിരുനാൾ കൂടുതൽ വിശ്വാസത്തോടും വിശുദ്ധിയോടും ദൈവത്തിൻ്റെ തിരുവിഷ്ടം നിറവേറ്റി ജീവിക്കുവാൻ നമുക്ക് കൃപ നൽകട്ടെ. അമ്മയെപ്പോലെ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം പകരാൻ നമ്മെ യോഗ്യരാക്കണമേ എന്ന് ഈ ദിനം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.